ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഹ സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന സാന്ത്വനം 2 കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. നമ്മളെ സാന്ത്വനം ഒരു ഇച്ചിരി സ്ലോ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിലും നല്ല അടിപൊളി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ വരുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ അനുമോള് തിരിച്ചെത്തി. ഇനി അനുമോളുടെ ജീവിതം, അനുമോളുടെ ഭാവി എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ആകാംക്ഷകളാണ് നമുക്കുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, നമ്മുടെ ചാനലിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മളിടുന്ന സീരിയൽ പ്രൊമോസൊക്കെ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തണ്ടേ, അതുകൊണ്ടാണ്. അതുമാത്രമല്ല, നമ്മുടെ ചാനലിൽ കേൾക്കുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇതേ ചാനലിൽ തന്നെ നമ്മൾ മഴതോരും മുമ്പ് എന്ന പരമ്പര രാത്രി 9:30 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ആത്മാർത്ഥമായ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ സാന്ത്വനം 2 പുതിയ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ അച്യുതൻ്റെ മനസ്സിലെ പക വളരെ വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. കാരണം ബാലനെയും ഗോമതി സ്റ്റോഴ്സ് മൊത്തത്തിൽ അവനെ ഇല്ലാണ്ടാക്കണം, അവനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാക്കി മറിക്കണം എന്ന രീതിയിലൊക്കെ ഉള്ള ചിന്തകളാണ് അച്യുതന്. അതിന് എത്ര ലക്ഷങ്ങളല്ല, ഇനി കോടികൾ മുടക്കേണ്ടി വന്നാലും അത് മുടക്കാൻ നമ്മുടെ അച്യുതൻ തയ്യാറുമാണ്. അങ്ങനെ നമ്മുടെ അച്യുതൻ അതിനു വേണ്ടിയിട്ടുള്ള ഓരോ പരിശ്രമങ്ങളാണ്. അങ്ങനെ അച്യുതൻ ഓരോ സ്ഥലങ്ങൾ പോയി നോക്കുകയാണ്, നമ്മുടെ ധർമ്മന് പറ്റിയ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കി ഒടുവിൽ ഏതോ ഒരു ആൾ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ചായക്കട കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളൊരു ഇത് നമ്മുടെ അച്യുതൻ്റെ ചെവിയിലെത്തണം കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ അച്യുതൻ നേരെ അയാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ അച്യുതൻ ചെന്നിട്ട് ചോദിച്ചു, അല്ലേട്ടാ ഈ ചായക്കട ഇങ്ങനെ കൊടുക്കാനായിട്ടൊക്കെ തീരുമാനമുണ്ടെന്ന് കേട്ടു. അങ്ങനെ ഒരു ചെറിയ തീരുമാനമുണ്ട്, വലിയ കച്ചവടങ്ങളൊന്നുമില്ല, അപ്പോൾ നല്ല വില കിട്ടിയാൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്യുതൻ പറഞ്ഞു, ചേട്ടൻ എന്താ ഉദ്ദേശിക്കണേ? അപ്പോൾ പറഞ്ഞു, എന്തായാലും 2 സെൻറ്റ് സ്ഥലമുണ്ട്, പിന്നെ ഈ ഒരു ചെറിയ കടയും, അത്രയേ ഉള്ളൂ, പിന്നെ കിണറും മറ്റ് വാട്ടർ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നല്ല സിറ്റിയുടെ, അതായത് മെയിൻ സ്ഥലമാണ്, അപ്പോൾ അതിൽ പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല, നല്ല സ്പോട്ടാണ്. അതുകൊണ്ട് നല്ലൊരു വിലയെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ ഒരു ചെറിയൊരു വില. അപ്പോൾ അച്യുതൻ ചോദിക്കും, എന്നാലും ചേട്ടൻ വില പറയുമെന്ന് പറയാം. ഞാനൊരു 25 ലക്ഷം രൂപ അങ്ങ് പറയുകയാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ താക്കോൽ അങ്ങ് തന്നേക്കും, സ്ഥലത്തിൻ്റെ എഗ്രിമെൻറ്റ് നടത്തി വേണ്ടുന്നെല്ലാം ചെയ്യാമെന്ന് പറയാം. അത് കേൾക്കുമ്പോഴേക്കും അച്യുതൻ ചോദിക്കും, എൻ്റെ പൊന്നു ചേട്ടാ 25 ലക്ഷം രൂപയോ? അപ്പോൾ പറയും, അത്രയൊക്കെ ഉണ്ട്, നമ്മുടെ സ്ഥലത്തിന് ഇപ്പോഴത്തെ വില അച്യുതൻ ഒന്ന് തിരക്കി നോക്ക്. അപ്പോൾ അച്യുതൻ നോക്കുമ്പോൾ കയ്യിൽ നിന്ന് ഊരി പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്, കിട്ടേയുമില്ല. പിന്നെ അത് മാത്രമല്ല, ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവനെ വെല്ലാൻ, ബാലനെ വെല്ലാൻ ധർമ്മനെ വെച്ച് ഞാൻ കളിക്കും, അതിന് എത്ര ലക്ഷങ്ങൾ മുടക്കേണ്ടി വന്നാലും എനിക്ക് വിഷയമല്ല. അപ്പോൾ പറയാം, എന്തായാലും ചേട്ടാ ഞാനൊന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ തന്നെ മറുപടി വിളിച്ച് ഞാൻ ഇന്ന് വൈകിട്ടിനത് പറയാമെന്ന് പറഞ്ഞിട്ട് അച്യുതൻ അവിടെ നിന്ന് ഇറങ്ങിയാണ്. അങ്ങനെ അനന്തനുമായിട്ട് അച്യുതൻ ആലോചിക്കാൻ കേട്ടോ. അങ്ങനെ അച്യുതനെ ആലോചിക്കുമ്പോൾ അനന്തൻ പറയും, നീ എവിടെ സ്ഥലം കണ്ടുവച്ചേക്കണേ? അത് സ്ഥലം കേട്ടാൽ ചേട്ടൻ ഞെട്ടും, എന്നാലും എവിടെയാടാ? അപ്പോൾ പറയും, നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൻ്റെ ആ ഫ്രണ്ടിൽ കാണുന്ന ചായക്കടയില്ലേ ബാലേട്ടൻ്റെ, ബാലനോ അയാളുടെ പേര് ഞാൻ വിജയനോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ചായക്കടക്കാരൻ ചേട്ടൻ്റെ പേര്. അപ്പോൾ ആ സ്ഥലം അയാൾ കൊടുക്കുന്നു എന്നാണ് കേട്ടോ, വലിയ കച്ചവടമൊന്നുമില്ല. അവിടെ തന്നെ ചെന്ന് സ്ഥലം എടുക്കേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോൾ അത് ബാലനെതിരെ നമ്മൾ കടയിട്ടു എന്നും ഇനിയിപ്പോൾ ഒരു മത്സരത്തിനൊക്കെ ഇടയാവില്ലേ ചേട്ടാ? അത് നല്ല സിറ്റിയാണ്, അവിടെ ഒരാളൊന്നും അല്ല കടയിട്ടേക്കണേ, 2-3 പേരും കടകളൊക്കെ ഇട്ടിട്ടുണ്ട്. കടകളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷനൊക്കെ വരും, അതല്ലേ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുമോ? അച്യുതൻ പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അനന്തം പറയും, എന്നാലും ബാലൻ്റെ നേരെ തന്നെ കൊണ്ട് കടയിടുമ്പോൾ അതിനിപ്പോൾ ധർമ്മൻ സമ്മതിക്കുമോ? ചേട്ടാ ഇപ്പോൾ ഒന്നും അവനോട് മിണ്ടണ്ട എന്ന് അച്യുതൻ അനന്തനോട് പറയും. അങ്ങനെ എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നീ അവിടെ എത്രയാണ് വില പറയണത്? അത് ഒരു ഇച്ചിരി കൂടുതലാണ്, എന്നാലും ഞാൻ തിരക്കി കേട്ടാ, അവിടെ സെൻറ്റിന് 8 ലക്ഷവും 9 ലക്ഷവും ഒക്കെ ഉണ്ട് വില. അല്ല അപ്പോൾ 2 സെൻറ്റ് സ്ഥലവും ആ ഒരു ചായ്പ് കടയാണോ ഉള്ളത്? അയാൾ 25 ലക്ഷം രൂപയാണ് പറയണത്. 25 ലക്ഷം രൂപയോ? അനന്തൻ ചോദിച്ചു. അതേട്ടാ അയാൾ അത്രേ പറയണം, നീ ഒരു കാര്യം ചെയ്യ്, 10-20 ലക്ഷം രൂപയ്ക്ക് അത് ഒതുക്കി മേടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് മേടിച്ചെടുക്കുക എന്നിങ്ങനെ നമ്മുടെ അനന്തം പറയും.
പറയാണ്, അയാൾ ഇലയിലും മുള്ളിലൊന്നും വീണ മട്ടില്ല, എന്നാലും ഞാൻ നോക്കാം, മാക്സിമം ഒതുക്കി എടുക്കാൻ ചേട്ടാ. ഇനിയിപ്പോൾ അഥവാ ഒരു 5-10 നമുക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല, നമ്മുടെ ധർമ്മന് വേണ്ടിയിട്ടല്ലേ. അതും ആ ബാലനെ വെല്ലാനുള്ള ഒരു കളിയാണ്. അത് എത്ര ലക്ഷം നഷ്ടം വന്നാലും എനിക്ക് കുഴപ്പമില്ല, അവൻ്റെ അഹങ്കാരം ഒടുങ്ങണം. ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ബാലൻ്റെ ഗോമതി സ്റ്റോഴ്സ് ഇടിഞ്ഞ് മണ്ണേറാവും, അത് ഉറപ്പായ കാര്യമാണ്. അത്ര ദേഷ്യമാണ് കേട്ടോ നമ്മുടെ അച്യുതന്. പക്ഷെ അനന്തന് അങ്ങനത്തെ പകയും വിദ്വേഷവും ഒന്നും കാണിക്കുന്നതിനോട് അത്ര താല്പര്യമുള്ള ഒരാളല്ല. അങ്ങനെ നാളെ തന്നെ എന്നൊരു കാര്യം ചെയ്യും, നീ മാക്സിമം നോക്കിയിട്ട് അതിന് അഡ്വാൻസ് നോക്കാനായിട്ട് നമ്മുടെ അനന്തൻ പറയുകയാണ്. അങ്ങനെ അതനുസരിച്ച് അച്യുതനും അനന്തനും കൂടെ ആ സ്ഥലത്തിന് അഡ്വാൻസൊക്കെ കൊടുത്ത് ധർമ്മനെ കാണിക്കാൻ വേണ്ടി പിറ്റേന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ധർമ്മനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ധർമ്മം പറയണ്ട, ഏട്ടന്മാർ എന്നെയും കൂട്ടി എങ്ങോട്ടാണ് പോണത്, ഏത് സ്ഥലത്തിൻ്റെ കാര്യമാണ് നോക്കണേ. അങ്ങനെ വണ്ടിയിൽ പോയി കറക്റ്റ് കൊണ്ടുവന്ന് നിർത്തണത് ഗോമതി സ്റ്റോഴ്സിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ധർമ്മം ചോദിക്കും, അല്ല ഏട്ടന്മാർ ഇതെന്ത് ഇവിടെ കൊണ്ടു നിർത്തിയത്? നീ ഇറങ്ങ്, നമ്മൾ വാങ്ങാൻ പോണ സ്ഥലം ഇതിൻ്റെ ഏകദേശം അടുത്തൊക്കെ തന്നെ. ഏത്താണ് ധർമ്മൻ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കണത്. അതായത് അതായത് അളിയനെ വെല്ലാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അച്ചുവേട്ടൻ ഈ സ്ഥലം കോർണർ നോക്കി മേടിച്ചെടുക്കണതാണ് എന്നുള്ള ചിന്താഗതി വരെയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ധർമ്മൻ തീർത്ത് പറയുന്നുണ്ട്, വേണ്ട അനന്തേട്ടാ, എനിക്ക് ഈ സ്ഥലത്ത് വേണ്ട, എനിക്കിവിടെ കട തുടങ്ങണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ തുടങ്ങിക്കോ, പക്ഷേ ഈ ധർമ്മൻ ഇവിടെ കട ഇട്ടിരിക്കാൻ പറ്റില്ല. എടാ നീ എന്ത് വർത്താനാണ് പറയണത്? കടകൾ പലയിടത്തും ഇടും, അതൊരു കോമ്പറ്റീഷൻ പോലെ നടന്നു പൊക്കോളും. ഇപ്പോൾ അവിടെ തന്നെ ഇടണം ഇവിടെ തന്നെ ഇടണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് സ്പോട്ടായിട്ട് സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിക്കും. അച്യുതൻ കുറേ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്താൽ ധർമ്മൻ വഴങ്ങുന്നില്ല കേട്ടോ. ധർമ്മം പറയണത് എനിക്ക് കട ഇവിടെ ഇടണ്ട, നിങ്ങളുടെ പേരിൽ നിങ്ങൾ തുടങ്ങിയാൽ മതി. അപ്പോഴേക്കും അച്യുതൻ പറയണേടാ, ഇത് നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ പേരിൽ നിനക്ക് വേണ്ടി മേടിക്കണതാണ്, അത് നീ വേണ്ടാന്നും വെട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ധർമ്മൻ എന്തായാലും അമ്പിലും വില്ലിലും അടുക്കുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ബാലനും നമ്മുടെ ദേവിയൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ വന്ന് ആ സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം നമ്മുടെ ബാലനൊക്കെ മനസ്സിലാവുന്നുണ്ട്, ധർമ്മനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ പരിപാടി തുടങ്ങാനുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ധർമ്മൻ അവിടെ എന്ത് ചെയ്താൽ കട തുടങ്ങുന്നതിന് ഒരു സപ്പോർട്ട് ഇല്ല കേട്ടോ, ധർമ്മന് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അച്യുതൻ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അച്യുതൻ അവിടെ തന്നെ ധർമ്മന് കടയിട്ട് കൊടുത്ത് ബാലനെ വെല്ലുവിളിക്കാനുള്ള ഒരു പദ്ധതിയാണ് അച്യുതൻ ആസൂത്രണം ചെയ്യണത്. സത്യം പറഞ്ഞാൽ അനന്തനും അത്ര വലിയ താല്പര്യമില്ല, ബാലനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ്റെ കാര്യം നോക്കി നടന്നോട്ടെ, നമ്മളെന്തിനാ അങ്ങനത്തെയൊക്കെ ശത്രുത കാണിക്കുന്നത് എന്നൊരു ചിന്താഗതിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ മീനുവും മിത്രയും നമ്മുടെ അനുമോളും കൂടെ അമ്പലത്തിലോട്ട് വരെയാണ്. അപ്പോൾ അമ്പലത്തിൽ വരുന്ന സമയത്ത് അനുമോക്ക് ഇപ്പം മനസ്സിന് നല്ല ധൈര്യമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആരെ കണ്ടാലും ആര് ഫേസ് ചെയ്താലും ഒന്നും തനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, വരുന്നിടത്ത് വെച്ച് കാണും. കാരണം തൻ്റെ അച്ഛൻ തനിക്ക് തന്ന ആ ധൈര്യം, സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ അച്ഛൻ കാണിച്ച ആ ധൈര്യം അനുവിൻ്റെ മനസ്സിന് അത്രയേറെ ധൈര്യം കൊടുത്തു കേട്ടോ. അങ്ങനെ അവർ വരുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് നമ്മുടെ ജീവനെ കാണാനായിട്ടോ. അപ്പോൾ ജീവനെ കണ്ടപ്പോൾ അനുവിന് ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. അനു പതുക്കെ മാറി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ മീനും മിത്ര അത് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ മാറി നിൽക്കുന്നത്? നിൻ്റെ തെറ്റും ശരിയൊക്കെ എന്തായാലും ജീവൻ അറിഞ്ഞു കാണും, നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ അറിഞ്ഞു കാണും, നീ എന്തിനാ ഇനി ഒളിച്ചു നിൽക്കണേ, ആ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോഴും പക്ഷേ എങ്കിലും ജീവനെ പോലെ നല്ലൊരു വ്യക്തിയെ താൻ കാരണം അവരുടെ കുടുംബത്തിനുണ്ടായ ആ ഒരു അപമാനം അത് തനിക്ക് ഒട്ടും തന്നെ തനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ താൻ ഒരാൾ കാരണമല്ല ആ ജീവൻ്റെ കുടുംബത്തിന് അത്രയും വലിയൊരു മോശം വന്നത്. അതുകൊണ്ട് അനുവിന് ജീവനെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. പക്ഷേ ജീവൻ വിട്ടുകൊടുത്തില്ല. അനുവിനെ കണ്ട പാടെ തന്നെ ജീവൻ ഇങ്ങോട്ട് വന്ന് മിണ്ടാനായിട്ട് ശ്രമിച്ചിട്ടു. അപ്പം മീനും ഇത്രയും ഒന്ന് അങ്ങോട്ട് മാറി നിന്ന്. അപ്പോൾ അനുവിന് ജീവൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും ജീവനോട് അനു മാപ്പ് പറയാണ്, താൻ കാരണം ജീവൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാളിച്ചകൾക്കും എന്നോട് പൊറുക്കണം. അപ്പോഴേക്കും നമ്മുടെ ജീവൻ അനുവിനോട് ചോദിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, അതായത് ഈ ഒരു കാര്യം ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യണു എന്നുള്ള കാര്യമൊക്കെ തനിക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? അപ്പം അനു പറഞ്ഞു, ഞാൻ ജീവനോടത്ത് കല്യാണത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞത് എൻ്റെ മനസ്സറിഞ്ഞ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ മനസ്സുകൊണ്ട് അലോകിനെ വെറുത്തു, എൻ്റെ ജീവിതത്തിൽ ഇനി അലോകില്ല എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു. പക്ഷേ അലോക് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നെ അവിടെ തലേ ദിവസം അങ്ങനെ വരുത്തിച്ച് എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി
കൊണ്ടുപോയി ഈ കല്യാണ മുഹൂർത്തം വരെ എന്നെ ഒരു സ്ഥലത്ത് അടച്ചിടുകയാണ് ഉണ്ടായെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജീവൻ പറഞ്ഞു എന്തായാലും താൻ തൻ്റെ കുടുംബത്തിനോട് കാണിച്ച ആ ഒരു ആത്മാർത്ഥതയാണ്, അല്ലെങ്കിൽ അവരോടുള്ള ഒരു നന്ദിയാണ്. കാരണം എന്ന് വെച്ചാൽ താൻ അതല്ല അയാൾ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരുന്നെങ്കിൽ താൻ ചിന്തിച്ചത് ശരിയാണ്. തൻ്റെ വീട്ടുകാരും തൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് നാണം കെട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി പോലെ താൻ ചെയ്ത കാര്യം ശരി തന്നെയാണ്. പക്ഷെ അത് സാരമില്ല, ഇനിയിപ്പോൾ വന്നത് വന്നു, ഇനിയിപ്പോൾ അതിനെ ഓർത്ത് താൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ജീവൻ അനുവിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ജീവൻ്റെ വാക്കുകളിലൊക്കെ മീനുവും ഇത്രയും അതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വാക്കുകളിലൊക്കെ അനുവിനോടുള്ള ഒരു സ്നേഹം എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, അത് അവർക്ക് നന്നായിട്ട് വ്യക്തമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തൻ്റെ ഭാവി പരിപാടികളൊക്കെ എന്താണെന്ന് ജീവൻ ചോദിക്കുമ്പോൾ എനിക്ക് പഠിച്ച് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിക്കണം, ഭാവി എന്തായിട്ട് ഭാവിയിൽ അതൊക്കെ ഓക്കെ പഠിച്ചോട്ടെ, തൻ്റെ കല്യാണം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും അതൊന്നും എന്തായാലും ഇപ്പം എൻ്റെ മനസ്സിലൊന്നും ഇല്ല എന്ന് പറയണം. എന്തായാലും ജീവൻ പറഞ്ഞു എനിക്ക് തന്നോടുള്ള ആ ഒരു ഇഷ്ടം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ജീവൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അനുവിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു തിരിച്ച്. എന്തായാലും ജീവനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അനുവിനൊരു വല്ലാത്തൊരു ആത്മധൈര്യമാണോ കിട്ടണം കേട്ടോ. അത് കഴിഞ്ഞ് മീനും ഇത്രയും അനുവിനോട് സംസാരിക്കുന്നുണ്ട്. ഇത്രയും നല്ലൊരു പയ്യന് ഒരു പക്ഷേ അന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ അനുക്കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ഭർത്താവിനെ തന്നെയാണ് ഈ ജീവിതത്തിൽ കിട്ടിയിരുന്നതെന്ന് പറഞ്ഞു. കാരണം അത്രയ്ക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ജീവൻ എന്നവർ മനസ്സിലാക്കി കൊടുക്കാനായിട്ടോ അനുവിന്. പക്ഷേ എന്ത് പറയാനാണ്, ഞാൻ കാരണം എന്നെ പോലുള്ളൊരു പെൺകുട്ടി അനുവിന് പറ്റിയതല്ല, അതിൽ നിന്ന് നല്ല പെൺകുട്ടി, ഏതെങ്കിലും നല്ലൊരു പെൺകുട്ടി അനുവിന് കിട്ടട്ടെ എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റിൽ അവർ നമ്മുടെ അനു അവരോട് പറയുകയാണ്. കാരണം നല്ലൊരു പയ്യന് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആ ഒരു രീതിയിൽ. പക്ഷേ നമ്മുടെ മീനുവും ഇത്രയും വീട്ടിൽ വന്നിട്ട് ഗോമതിയോടല്ല ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ജീവൻ്റെ ഉള്ളിൽ ഇപ്പോഴും അനുവിനോടുള്ള ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ട് അമ്മയെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയുന്നത് ജീവന് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ജീവൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഈ കുടുംബത്തിനോട് അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു ബന്ധത്തിനോട് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ നമ്മൾ അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ അനുവും മീനും മിത്രയും ഇതിനെല്ലാം കാരണക്കാരിയായ സുകന്യേട്ടത്തിക്ക് യാതൊരു കൂസലും ഇല്ലാണ്ട് കൃഷ്ണമംഗലത്ത് കഴിയുന്നുണ്ട്. ഇതൊക്കെ ധർമ്മമാമനോട് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ആ മാമൻ പാവം എന്തു പിഴച്ചു എന്നുള്ളൊരു കുറ്റബോധം കൊണ്ട് അവരൊന്നും പറയുന്നില്ല. എന്ന് വെച്ചാൽ സുകന്യയെക്കുറിച്ചുള്ള എന്ത് ബാക്ക്ഗ്രൗണ്ട് എടുത്തിരുന്നാലും അത്ര നല്ല അഭിപ്രായങ്ങളൊന്നും അല്ല സുകന്യയെക്കുറിച്ച് പറയാനുള്ളത്. അനുവിൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്ത സുകന്യേനെ കുടുംബത്തിൽ പറഞ്ഞ് നല്ല താക്കീത് കൊടുക്കാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല. പക്ഷേ നമ്മുടെ അനുമോൾ അതെല്ലാം ക്ഷമിച്ചത് ധർമ്മമാമനെ ഓർത്ത് മാത്രമാണ്. അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇനി വരാനിരിക്കുന്ന മെയിൻ ഇതെന്ന് പറയണത് നമ്മുടെ ധർമ്മനെ കൊണ്ട് അച്യുതൻ ഗോമതി സ്റ്റോഴ്സിൻ്റെ ഫ്രണ്ടിൽ പുതിയൊരു സംരംഭം ആരംഭിക്കുന്നതിൻ്റെ എല്ലാ തന്ത്രപ്പാടുകളും മെനയുന്നുണ്ട് നമ്മുടെ അച്യുതൻ. എന്തായാലും അതിൻ്റെ എപ്പിസോഡുകളാണ് കഥകളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ വരുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ നമ്മുടെ സാന്ത്വനം 2ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.